ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബേക്കിംഗ് ഷോപ്പിൽ പോയി ക്രീമൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് സ്പേസിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ള വർക്ക് കുറച്ച് കേക്കുകൾ ബേക്ക് ചെയ്ത് മാറ്റാനുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് കൊടുക്കാനുള്ള കേക്കുകളിൽ ചില സ്പഞ്ചുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. ടോട്ടൽ നമുക്കൊരു 7 kg ആയിരുന്നു ബേക്ക് ചെയ്ത് മാറ്റാനുള്ളത്. ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെറിയ സ്റ്റാൻഡ് മിക്സറിലാണ് ബീറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പ്ലാനറ്ററി മിക്സറിലായിരിക്കും കേട്ടോ ബാറ്ററൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ട് നമ്മളിത് ഗ്യാസ് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഐറ്റം വാങ്ങിച്ചത് കൊണ്ട് എനിക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അറ്റ് എ ടൈം നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ കേക്കുകളൊക്കെ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്തുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം നേരത്തെ വാങ്ങിച്ചില്ല എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടോ. കാരണം നമുക്ക് അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ കേക്കുകളെല്ലാം ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇന്നത്തേക്കും നാളത്തേക്കുള്ള എല്ലാ കേക്കുകളും നമ്മൾ ഒരേപോലെയാണ് ക്രം കോട്ട് ചെയ്യുന്നത്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമ്മളെല്ലാം ഇതേപോലെ ഫ്രിഡ്ജിലേക്ക് ഒന്ന് അസംബിൾ ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് വൈകുന്നേരത്തേക്കുള്ള കേക്കുകളുടെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ കേക്കിലും ഫൈനൽ കോട്ടൊക്കെ കൊടുത്ത് ഇതേപോലെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടോപ്പേഴ്സൊക്കെ വെച്ചിട്ടൊന്ന് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. 2 കേക്ക് നരോട്ടോ തീമിലുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഒരു നോർമൽ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു നോർമൽ ഹൈറ്റിലുള്ള ഒരു കേക്കായിരുന്നു. പിന്നെ ഒരു ചോക്ലേറ്റ് ട്രഫിൾ ഉണ്ടായിരുന്നു. ദെൻ നമുക്കൊരു റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. 1/2 kg ക്വാണ്ടിറ്റിയിലാണ്. അതിൻ്റെ ടോപ്പിൽ ഇതേപോലെ ക്രംസ് ഒക്കെ ഇട്ടിട്ട് ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് വൈകുന്നേരം കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ കേക്കുകളും. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇതേപോലെ പാക്ക് ചെയ്ത് ഒന്ന് അസംബിൾ ചെയ്യുന്നുണ്ട്.